ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് പറയും. ഇത് നമുക്കെല്ലാവർക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കാണ് ഇത് DNA ഫിംഗർ പ്രിൻറ്റിങ് അല്ലെങ്കിൽ DNA പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് എ ടെക്നിക് ടു ഐഡൻറ്റിഫൈ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ടു ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. അതായത് രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ DNA, ആ DNAs തമ്മിലുള്ള സിമിലാരിറ്റീസും അതേപോലെ തന്നെ ഡിഫറൻസസും മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്കാണിത്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ഡെവലപ്ഡ് ബൈ അലക് ജെഫ്രി ഇൻ 1985. അലക് ജെഫ്രി ആണ് 1985 ഈ ഒരു DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ DNAയിൽ കോഡ് ചെയ്യുന്ന റീജിയൻസും ഉണ്ടായിരിക്കും, നോൺ കോഡിങ് റീജിയൻസും ഉണ്ടായിരിക്കും. അത് നമുക്കറിയുന്ന കാര്യമാണ്. DNAയിൽ കോഡ് ചെയ്യുന്ന റീജിയൻസ് ആയിരിക്കും നമ്മളിപ്പോൾ ഈ എക്സോൺസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോൺ കോഡിങ് റീജിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചില നോൺ കോഡിങ് റീജിയൻസിനെയാണ് നമ്മൾ റിപ്പീറ്റേറ്റീവ് സീക്വൻസസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയുള്ള റീജിയൻസ് ആണ്, കോഡിങ് റീജിയൻസ് ആണ്. ഈ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ത് ചെയ്യും, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സീക്വൻസുകളെയാണ് റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത്. സോ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സീക്വൻസിനെ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്നും പറയും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു DNA റിപ്പീറ്റേറ്റീവ് DNA എന്നും കൂടി പറയും, അല്ലെങ്കിൽ ആ റീജിയൻസിനെ. ഓക്കെ, ആൻഡ് ദിസ് നമ്പർ ഓഫ് റിപ്പീറ്റ്സ് ഈസ് സ്പെസിഫിക് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഈ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത് ഓരോ പേഴ്സൺസിലും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിരിക്കും. ഇപ്പം എൻ്റെ ബോഡിയിൽ കാണുന്ന റിപ്പീറ്റേറ്റീവ് സീക്വൻസിൻ്റെ നമ്പർ ആയിരിക്കില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ബോഡിയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതെന്തായിരിക്കും, ഓരോ ഇൻഡിവിജ്വൽസിലും ആ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കി നോക്കൂ, ഇപ്പോൾ GATA ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സീക്വൻസ് ആണ്. ഇതിനെയാണ് എന്തെന്ന് പറയുക, റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയാം. ഓക്കെ, ഈ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിലും വ്യത്യാസമായിരിക്കും. ചില ആൾക്കാരിൽ 8 ആയിരിക്കും, ചില ആൾക്കാരിൽ അത് 9 ആയിരിക്കും, ചില ആൾക്കാരിൽ 10 ഉണ്ടായിരിക്കും. അങ്ങനെ പല ടൈപ്സിലായി അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും, നമ്പേഴ്സിലായിരിക്കും ഈ റിപ്പീറ്റേറ്റീവ് സീക്വൻസസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസ് ആണ് ഇനി പറയുന്നത്. റിപ്പീറ്റേറ്റീവ് DNA എന്ന് പറയുന്നത് നമ്മുടെ ബൾക്ക് DNAയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. സോ the repetitive DNA can be separated from bulk genomic DNA as different peaks during density gradient centrifugation. അതായത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിൻ്റെ ബേസിൽ ഇവർ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിപ്പീറ്റേറ്റീവ് സീക്വൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ DNAനെ കുറേ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ട് ചെയ്തു വിചാരിക്കാം. അതിൽ റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസുകൾ ഉണ്ടായിരിക്കുമല്ലോ. ആ സീക്വൻസിന് ഇപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുകയാണെങ്കിൽ, അത് കൂടുതലാണെങ്കിൽ അത് വേറെ അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പല റീജിയൻസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. സോ ഒരു ബൾക്ക് DNAയിൽ നിന്ന് നമുക്ക് റിപ്പീറ്റേറ്റീവ് DNAനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റിൻ്റെ ബേസിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ബൾക്ക് DNA ഫോം ദ മേജർ പീക്ക്. അതായത് ഈ ബൾക്ക് DNA ആയിരിക്കും ഇതിൽ എന്തായിട്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ ബൾക്ക് DNA ആയിരിക്കും മേജർ പീക്ക് ആയിട്ട് കാണുക. പക്ഷെ റിപ്പീറ്റേറ്റീവ് DNA, ബാക്കി DNA എന്തായിരിക്കും, സാറ്റലൈറ്റ് ആയിട്ടായിരിക്കും, സാറ്റലൈറ്റ് DNAയുടെ ഫോമിലായിരിക്കും കാണുന്നുണ്ടാവുക. അതായത് ഒരു ചെറിയ റീജിയൻ ആയിട്ടായിരിക്കും കാണുക. ഓക്കെ, സോ ദ ബൾക്ക് DNA ഫോംസ് എ മേജർ പീക്ക് ആൻഡ് ദ സ്മോൾ പീക്സ് ആർ കോൾഡ് സാറ്റലൈറ്റ് DNA. ഇതിൽ ഇപ്പോൾ നമ്മൾ DNAനെ സെൻട്രിഫ്യൂജ് ചെയ്തപ്പോൾ കുറേ റീജിയൻസ് ഫോം ചെയ്തു. അതിൽ ബൾക്ക് DNAനെ അല്ലെങ്കിൽ ബൾക്കായിട്ട് ഫോം ചെയ്ത റീജിയനെയാണ് എന്തെന്ന് പറയുക, മേജർ പീക്ക് എന്ന് പറയാം. അതാണ് മേജർ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്. മറ്റേത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അതിന് എന്തെന്ന് പറയും, സാറ്റലൈറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സാറ്റലൈറ്റ് DNA എന്നാണ് അതിനെ പറയാം. ഓക്കെ, സോ സാറ്റലൈറ്റ് DNAനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മൈക്രോ സാറ്റലൈറ്റും അതേപോലെ തന്നെ മിനി സാറ്റലൈറ്റും. അതിലുള്ള റിപ്പീറ്റേറ്റീവ് സീക്വൻസിൻ്റെ ബേസിൽ സാറ്റലൈറ്റ് DNAനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മൈക്രോ സാറ്റലൈറ്റ്സും അതേപോലെ തന്നെ മിനി സാറ്റലൈറ്റ്സും. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബേസ് കോമ്പോസിഷൻ. ബേസ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അഡിനിൻ, തൈമിൻ, അതേപോലെ തന്നെ ഗ്വാനിൻ, സൈറ്റോസിൻ, അതിൻ്റെ ബേസ് കോമ്പോസിഷൻ്റെ ബേസിൽ, അതേപോലെ തന്നെ ലെങ്ത് ഓഫ് ദ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് ആൻഡ് ദ നമ്പർ ഓഫ് റിപ്പീറ്റേറ്റീവ് യൂണിറ്റ്സ്, ഇതിൻ്റെയൊക്കെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സാറ്റലൈറ്റ് DNAനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സാറ്റലൈറ്റ് DNAനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മൈക്രോ സാറ്റലൈറ്റും അതേപോലെ തന്നെ മിനി സാറ്റലൈറ്റും. മൈക്രോ സാറ്റലൈറ്റ്സും മിനി സാറ്റലൈറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്? ഒന്ന്
ആ സാറ്റലൈറ്റ് DNA ലെങ്ത്തിൻ്റെ ബേസിൽ അതിൽ എത്ര തവണ ആ റിപ്പീറ്റേറ്റീവ് സീക്വൻസസ് ഉണ്ട്, ആ റിപ്പീറ്റേറ്റീവ് സീക്വൻസിൻ്റെ നമ്പേഴ്സിൻ്റെ ബേസിൽ, അതേപോലെ തന്നെ ബേസ് പെയർ കോമ്പോസിഷൻ്റെ ബേസിലാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് എ DNA സീക്വൻസ് വിച്ച് ഈസ് ടാൻഡംലി റിപ്പീറ്റഡ് ഇൻ മെനി കോപ്പി നമ്പർ ഈസ് കോൾഡ് വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. അതായത് ഒരു DNA സീക്വൻസ് അതിങ്ങനെ ഒരുപാട് ടൈമിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കോപ്പീസ് കുറേ ഉണ്ടാക്കുക, അതിങ്ങനെ ടാൻഡംലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ആ റീജിയൻസിനെയാണ് എന്തെന്ന് പറയുക, വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുക. സോ വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് ആർ എ DNA സീക്വൻസ് which is randomly repeated in many copy numbers. അത് ഒരുപാട് കോപ്പി നമ്പേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, ടാൻഡംലി ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ VNTR എന്ന് പറയും, വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ഈ വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുന്നത് മിനി സാറ്റലൈറ്റിൻ്റെ പാർട്ടാണ് വാരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മൈക്രോ സാറ്റലൈറ്റ്സും മിനി സാറ്റലൈറ്റ്സും പറഞ്ഞല്ലോ, ഈ മൈക്രോ സാറ്റലൈറ്റ്സിൽ റിപ്പീറ്റേറ്റീവ് സീക്വൻസസിൻ്റെ എണ്ണം കുറച്ചും കൂടി കൂടുതലായിരിക്കും. മിനി സാറ്റലൈറ്റ്സിലാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു 4-5 ടൈംസ് ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അതിന് റിപ്പീറ്റ് ചെയ്യുന്നത് 2-6 ബേസ് പെയേഴ്സ് ആയിരിക്കും ഇതേപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതും 8-10 തവണയൊക്കെ എന്ത് ചെയ്യും, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ. സോ ഇൻ എ പേഴ്സൺ ദ കോപ്പി നമ്പേഴ്സ് വാരീസ് ഇൻ ഈച്ച് ക്രോമസോം. ഇനി ഒരു വ്യക്തിയിൽ തന്നെ ഓരോ ക്രോമസോംസിലും ഈ കോപ്പി നമ്പേഴ്സിൽ എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു ഇൻഡിവിജ്വലിലെ ഓരോ ക്രോമസോംസിലും നമുക്ക് ഈ കോപ്പി നമ്പേഴ്സ് എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ 2 അല്ലീൽസ്, ഒന്ന് പാരൻറ്റിൽ നിന്നുള്ള അല്ലീലായിരിക്കും, അതേപോലെ തന്നെ ഒന്ന് അച്ഛനിൽ നിന്നുള്ളതും ഒന്ന് അമ്മയിൽ നിന്നുള്ളതും, അല്ലേ? അങ്ങനെ 2 അല്ലീൽസ് അത് നമ്മുടെ ക്രോമസോംസിലുണ്ടല്ലോ. ഈ അല്ലീൽസിൽ തന്നെ ഈ ടാൻഡം റിപ്പീറ്റ്സിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് മദറിലുള്ള ടാൻഡം റിപ്പീറ്റ്സും ഫാദറിലുള്ള ടാൻഡം റിപ്പീറ്റ്സും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ 2 alleles, that is paternal and maternal of a chromosomes also contain different copies of VNTR. അതിലും ഇതേപോലെ എന്തുണ്ടായിരിക്കും, VNTRs കുറേ ഉണ്ടായിരിക്കും, ഒരുപാട് VNTRs ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇത് പെറ്റേണൽ ആണ്, ഇത് മെറ്റേണൽ ആണ്. ഇതിലിപ്പോൾ ടോട്ടൽ എത്ര VNTR ഉണ്ട് നോക്കി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, 11 ഉണ്ട്. അതിൽ നിന്നും കുറവാണ്, അതായത് 9 എവിടെയുള്ളൂ, ഇപ്പോൾ ഈ മദറിൻ്റെ കേസിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പാരൻറ്റിൽ തന്നെ നമ്മളിപ്പോൾ അല്ലീൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പെറ്റേണൽ അല്ലീലും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മെറ്റേണൽ അല്ലീലും ഉണ്ടായിരിക്കും. അതിൽ തന്നെ എന്തുണ്ടായിരിക്കും, ഈ VNTRസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് VNTR ഈസ് സ്പെസിഫിക് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇത് ഓരോ പേഴ്സൺസിലും ഈ VNTR എന്തായിരിക്കും, സ്പെസിഫിക് ആയിരിക്കും. ഇപ്പം എൻ്റെ ബോഡിയിൽ കാണുന്ന, എൻ്റെ സെൽസിൽ കാണുന്ന VNTR ആയിരിക്കില്ല എൻ്റെ പാരൻസിൽ ഉണ്ടായിരിക്കുക, അതായിരിക്കില്ല അപ്പുറത്തെ ആളിലുണ്ടായിരിക്കുക. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിലും ഈ VNTR എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. The VNTR is specific from person to person and the size of the VNTR is varies from 0.1 to 20 kb. അതാണ് ഇവരുടെ സൈസ് എന്ന് പറയുന്നത്. VNTRൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 0.1 മുതൽ 20 kb വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സൈസ് വാരി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയോടൈഡ്സിൽ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസസിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിഫറൻസസിനെയാണ് എന്തെന്ന് പറയുക, DNA പോളിമോർഫിസം എന്ന് പറയും. ഇപ്പോൾ DNAയുടെ ന്യൂക്ലിയോടൈഡ്സിൽ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസസിൽ ഡിഫറൻസസ് ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും മ്യൂട്ടേഷനോ കാരണങ്ങൾ കൊണ്ട് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, DNA പോളിമോർഫിസം എന്ന് പറയുന്നത്. സോ എനി ഡിഫറൻസ് ഇൻ ദ ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, that may be inheritable through മ്യൂട്ടേഷനൊക്കെ കാരണമുള്ളതാണെങ്കിൽ അതെന്ത് ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ എ പോപ്പുലേഷൻ. അതൊരു പോപ്പുലേഷനിൽ കാണുകയാണെങ്കിൽ അതിന് എന്തെന്നാ പറയുക, DNA പോളിമോർഫിസം എന്നാണ് പറയുക. അല്ലെങ്കിൽ വാരിയേഷൻ ഇൻ ജനറ്റിക് ലെവലിൽ ഉണ്ടാകുന്ന വാരിയേഷൻ, അതാണ് എന്താ, DNA പോളിമോർഫിസം. സോ പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിഫറൻസസ് ആണ്. ഓക്കെ, ഇനി പോളിമോർഫിസം എന്ന് പറയുന്നത് നോൺ കോഡിങ് DNAയിലാണ് കൂടുതൽ ഉണ്ടാവുക. നോൺ കോഡിങ് റീജിയൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ നോൺ കോഡിങ് ആയിട്ടുള്ള DNAയിലാണ് ഈ പോളിമോർഫിസം കൂടുതലായിട്ട് കാണുന്നത്. അത് മാത്രമല്ല ഈ പോളിമോർഫിസം അതെന്ത് ചെയ്യുന്നില്ല, ഹ്യൂമൻസിൻ്റെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റീനെ എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം അത് നോൺ കോഡിങ് റീജിയൻസിലാണ് കൂടുതലും ഈ DNA പോളിമോർഫിസം കാണാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റീനെ ഒന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, എഫക്റ്റ്
ചെയ്യുന്നുണ്ടാവില്ല. സോ പോളിമോർഫിസം ഈസ് ഹയർ ഇൻ നോൺ കോഡിംഗ് DNA സീക്വൻസ് ബിക്കോസ് മ്യൂട്ടേഷൻ ഇൻ ദീസ് സീക്വൻസ് മേ നോട്ട് എഫക്ട് an individual's reproductive ability, and these mutation accumulates generation to generation causing polymorphism. ഈ ചേഞ്ചസ് ഉണ്ടല്ലോ അത് ഓരോ ജനറേഷനിലും എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരാളിൽ വന്ന ആ ചേഞ്ചസ് അത് അടുത്ത ആളുടെ ബോഡിയിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്ത് വരും. ആൻഡ് ദിസ് പോളിമോർഫിസം പ്ലേസ് എ ഗ്രേറ്റ് റോൾ ഇൻ എവല്യൂഷൻ ആൻഡ് സ്പീസിയേഷൻ. ഈ പോളിമോർഫിസം നമ്മളുടെ എവല്യൂഷനും അതേപോലെ തന്നെ സ്പീസിയേഷനും ഒരു മെയിൻ റീസണും കൂടിയാണ്. ഓക്കെ, സോ അവിടെ അതാണ് നമ്മൾ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് നോക്കി നോക്കൂ, DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്പുകളാണ്. എങ്ങനെയാണ് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാം DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സിംഗിൾ സെല്ല് കിട്ടിയാൽ മതി. ആ സിംഗിൾ സെല്ലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNA ഫിംഗർ പ്രിൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്. സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്കിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെൽസ് അത് ബ്ലഡ് സ്റ്റെയിൻ ആവാം, ഹെയർ എന്നാവാം, സെമൻ, സലൈവ, അതേപോലെ തന്നെ ബോൺസ്, ഇതിന്ന് എവിടെ നിന്ന് വേണമെങ്കിലുള്ള സെൽസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഐസൊലേഷൻ ഓഫ് DNA. ആ സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ സെല്ലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ DNAനെ ഐസൊലേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, isolation of DNA from any cells or blood stains, semen stains, saliva, hair, roots, bones, skin, etc. ഇതിന് ഏതിനുള്ള സെൽസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNA-നെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, DNA-നെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഡൈജഷൻ ഓഫ് DNA-നെ എന്ത് ചെയ്യുക, ബ്രേക്ക് ഡൗൺ ചെയ്യാം. DNA-യുടെ പല റീജിയൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ ഇൻടു ന്യൂക്ലിയസ് എന്നുവെച്ചാൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ DNAസിൽ കട്ടിംഗ് എന്ന് പറയുന്നത് പാലിയൻഡ്രോമിക് സീക്വൻസസിലാണ് എന്ത് ചെയ്യുക, കട്ടിങ്സ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, DNA-നെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറേ ഫ്രാഗ്മെൻസസ് ആയിട്ട് കട്ട് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് എൻസൈം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സെപ്പറേഷൻ ഓഫ് ദസ് DNA ഫ്രാഗ്മെൻറ്റ്സ്. ഈ DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, അതിന് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ദിസ് DNA ഫ്രാഗ്മെൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. സോ ഇയർ എന്താ ചെയ്യുന്നത്, ദെൻ ട്രീറ്റ് ദ DNA ഫ്രാഗ്മെൻറ്റ് വിത്ത് ആൽക്കലൈൻ സൊല്യൂഷൻ. അതിനുശേഷം ഇതിനെന്ത് ചെയ്യും, ഒരു ആൽക്കലൈൻ സൊല്യൂഷൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. ആൻഡ് ടു ഡീനേച്ചർ ദ DNA ബോൺസ് ഇൻ ദ ജെൽ ഇൻ ടു സിംഗിൾ സ്ട്രാൻഡ്സ്. അതെന്തിനാണ് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ആ DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ അതിനെ സിംഗിൾ സ്ട്രാൻഡ്സ് ആക്കാൻ വേണ്ടിയിട്ട്, അതിലുള്ള ഫ്രാഗ്മെൻറ്റ്സിനിടയിലുള്ള ആ ഹൈഡ്രജൻ ബോൺസുകൾ ഉണ്ടല്ലോ, ആ ബോൺസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെന്താക്കും, സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിന് എന്ത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, NaOH വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ DNA-നെ ഐസൊലേറ്റ് ചെയ്തു, രണ്ടാമത് അതിനെ ഡൈജസ്റ്റ് ചെയ്തു, മൂന്നാമത് അതിനെ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ NaOH വെച്ചിട്ട് ട്രീറ്റ് ചെയ്തു. അതായത് ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം NaOH വെച്ചിട്ട് ട്രീറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ആ DNA-നിടയിലുള്ള ബോൺസ് ബ്രേക്ക് ചെയ്തിട്ട് അതിനെ സിംഗിൾ സ്റ്റാൻഡ്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ NaOH വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അടുത്തത് എന്താ ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യും. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സിന്തറ്റിക് മെംബ്രെയിനിലേക്ക്, അതായത് ഒന്നെങ്കിൽ നൈലോണോ അല്ലെങ്കിൽ നൈട്രോസെല്ലുലോസോ പോലെയുള്ള സിന്തറ്റിക് ആയിട്ടുള്ള മെംബ്രെയിൻസിലേക്ക് ഇതിനെന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ആരെ, ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യും. സോ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറിങ് ഓഫ് ദ DNA ഫ്രാഗ്മെൻറ്റ്സ്. DNA ഫ്രാഗ്മെൻറ്റ്സിന് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും ടു എ സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈലോൺ ഓർ നൈട്രോസെല്ലുലോസ്. ഇതിനെയാണ് നമ്മൾ ബ്ലോട്ടിംഗ് എന്ന് പറയുക. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, ബ്ലോട്ടിംഗ് എന്ന് പറയുക. ഇനി അടുത്തത് എന്താ ചെയ്യുക, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ. ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ബ്ലോട്ടിംഗ് ചെയ്തിട്ടുള്ള ഈ DNA-നെ നമ്മൾ എന്ത് ചെയ്യും, VNTR പ്രോബ്സ് വെച്ചിട്ട് ഹൈബ്രിഡൈസ് ചെയ്യും. വാരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് എന്ന് പറയുന്ന ആ VNTR പ്രോബുകൾ വെച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും, ഹൈബ്രിഡൈസ് ചെയ്യും. സോ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളതാണ് ഈ VNTR പ്രോബ് എന്ന് പറയുന്നത്. സോ ഹൈബ്രിഡൈസേഷൻ യൂസിങ് radioactive VNTR probes. Okay, and place the nitrocellulose filter paper in a solution of radioactive labeled single stranded DNA probe, and this DNA probe binds with the complementary sequence of the DNA fragments on the membrane to form an hybridized DNA. അതായത്
ഇവിടെ നമ്മൾ VNTR പ്രോബ്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അത് മറ്റേതിന് കോംപ്ലിമെൻ്ററി ആയിരിക്കും. ഈ കട്ട് ചെയ്തിട്ടുള്ള ആ ഫ്രാഗ്മെൻറ്റ്സിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളതായിരിക്കും ഈ VNTR പ്രോബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പല റീജിയൻസിലും പലതും ഉണ്ടാവില്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള റീജിയൻസിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിനെ ഹൈബ്രിഡ് DNA ആക്കിയിട്ട് മാറ്റും. ഓൾറെഡി സെപ്പറേറ്റഡ് ആയിട്ടുള്ള DNA ആണ്, അപ്പോൾ അതിൽ ഒരു സ്ട്രാൻഡേ ഉണ്ടാവുള്ളൂ. മറ്റേ സ്ട്രാൻഡ് ഏതാണ്, ഈ റേഡിയോ ലാബിൾഡ് ആയിട്ട് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ്ലി ലാബിൾഡ് ആയിട്ടുള്ള VNTR പ്രോബ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യുക, ഡിറ്റക്ഷൻ ഓഫ് ദിസ് ഹൈബ്രിഡൈസ്ഡ് DNA. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഈ DNA പോയിട്ട് എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓട്ടോ റേഡിയോഗ്രഫി വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, ദിസ് ഹൈബ്രിഡൈസ്ഡ് DNA ഈസ് ഫോട്ടോഗ്രാഫ് ടു ആൻ എക്സ്റേ ഫിലിംസ്. അതായത് ഒരു എക്സ്റേ ഫിലിമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അതിൻ്റെ ചെറിയൊരു ഫോട്ടോഗ്രാഫ്സ് എന്ത് ചെയ്യും, എടുക്കും. ഓക്കെ, ആൻഡ് ദിസ് ഓട്ടോ റേഡിയോഗ്രാംസ് ഗീവ്സ് ആൻ ഇമേജ് ഇൻ ദ ഫോം ഓഫ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ്. ഇറ്റ് ഈസ് കോൾഡ് DNA ഫിംഗർ പ്രിൻറ്റ്സ്. അതായത് ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഓട്ടോ റേഡിയോഗ്രഫി വഴി നമ്മൾ എടുക്കുന്ന ഈ ഇമേജസിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡാർക്ക് ലൈറ്റ് ബാൻഡുകളുടെ രീതിയിലായിരിക്കും നമുക്ക് ഇമേജ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ കാണുന്ന ആ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സിനെയാണ് എന്തെന്ന് പറയുക, നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവായിട്ട് ലൈറ്റും ഡാർക്കും ബാൻഡുകളായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഇതേപോലെ ഇങ്ങനെ ഒരു എക്സ്റേ ഫിലിംസിൽ ഇങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവുക, അതിൻ്റെ എക്സ്റേ ഫിലിംസിൽ അങ്ങനെയാണ് കാണുക. അതിനെയാണ് DNA ഫിംഗർ പ്രിൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി എന്താ പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ DNA പ്രൊഫൈലിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദിസ് DNA ഫിംഗർ പ്രിൻറ്റ് ഡിഫേഴ്സ് ഇൻ എവ്രി വൺ. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു, എങ്ങനെയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് എന്താ, അതിൻ്റെ ബാക്കി നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ DNA ഫിംഗർ പ്രിൻറ്റ് നമുക്ക് കിട്ടി, ഇനി അതിനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ DNA ഫിംഗർ പ്രിൻറ്റ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിലും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് മോണോ സൈഗോട്ടിക് ആയിട്ടുള്ള ട്വിൻസിലല്ലാതെ ബാക്കി ഏത് ഇൻഡിവിജ്വലിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ എന്ത് ഡിഫറെൻ്റ് ആയിരിക്കും, ഈ DNA ഫിംഗർ പ്രിൻറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദിസ് DNA ഫിംഗർ പ്രിൻറ്റ് ഡിഫർ ഇൻ എവ്രി വൺ എക്സെപ്റ്റ് ഇൻ മോണോസൈഗോട്ടിക് ഐഡൻറ്റിക്വൽ ട്വിൻസ്. മോണോസൈഗോട്ടിക് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ട്വിൻസിലാണ് ഇത് സെയിം ആയിരിക്കുക. ആൻഡ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ ടെക്നിക് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ദ യൂസ് ഓഫ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി നമ്മൾ കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്, PCR ടെക്നിക്കാണ്. പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻസ് വെച്ചിട്ടാണ് നമ്മളത് എന്ത് ചെയ്യുക, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യും. സോ ദെർഫോർ DNA ഫോം ഫ്രം എ സിംഗിൾ സെൽ ഈസ് ഇനഫ് ഫോർ DNA ഫിംഗർ പ്രിൻറ്റിങ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് കിട്ടുന്ന ആ DNA വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് തന്നെ ധാരാളമാണ് എന്ത് ചെയ്യാം, DNA ഫിംഗർ പ്രിൻറ്റ് ചെയ്യാൻ. കാരണം എന്താ, നമ്മളിവിടെ PCR യൂസ് ചെയ്യുന്നുണ്ട്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻസ് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ കോപ്പീസ് പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. PCR വഴി നമുക്കത് പിന്നെയും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് DNA ഫിംഗർ പ്രിൻറ്റിങ്. ഇനി നമ്മൾ ആ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് പറയുകയാണ്. ഫസ്റ്റ് നമ്മൾ ഐസൊലേഷൻ ഓഫ് DNA, സെക്കൻഡ് digestion of DNA by restriction endonuclease enzyme, third separation of DNA fragments by gel electrophoresis and this transferring of DNA fragments to synthetic membrane. ഇനി അതിന് എന്ത് ചെയ്യും, ഒരു സിന്തറ്റിക് മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ദെൻ ഹൈബ്രിഡൈസേഷൻ യൂസിങ് റേഡിയോ ആക്റ്റീവ്ലി ലാബിൾഡ് VNTR probes and this then detection of this hybridized DNA with the help of ഓട്ടോ റേഡിയോഗ്രഫി. നമുക്ക് ഒരു കാര്യം കൂടിയേ പറയാനുള്ളൂ, ആപ്ലിക്കേഷൻ ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിങ്. അതായത് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇത് നമ്മളൊരു ഫോറൻസിക് ടൂളായിട്ട് യൂസ് ചെയ്യും. പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സ്, അതേപോലെ തന്നെ റേപ്പ് പാറ്റേൺസ്, ക്രൈം, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ക്രൈം ഒക്കെ ആണെങ്കിൽ അതിലുള്ള സസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആരാണോ അതിൽ മർഡർ ഒക്കെ ചെയ്തിട്ടുള്ള ആൾ ആരാണോ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ DNA ഫിംഗർ പ്രിൻറ്റിങ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സ് വന്നു കഴിഞ്ഞാൽ അച്ഛൻ ആരാണെന്നുള്ളതിൽ ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ DNA ഫിംഗർ പ്രിൻറ്റിങ് വെച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ഫോർ ഡയഗ്നോസിസ് ഓഫ് ജനറ്റിക് ഡിസീസസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ഡിറ്റർമൈൻ ഫൈലോജനിക് സ്റ്റാറ്റസ് ഓഫ് ആനിമൽസിൻ്റെ എവല്യൂഷണറി സ്റ്റാറ്റസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ DNA ഫിംഗർ പ്രിൻറ്റിങ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു ഡിറ്റർമൈൻ പോപ്പുലേഷൻ ആൻഡ് ജനറ്റിക് ഡൈവേഴ്സിറ്റി.
പോപ്പുലേഷൻ ഡൈവേഴ്സിറ്റിയും അതേപോലെ തന്നെ ജനറ്റിക് ഡൈവേഴ്സിറ്റിയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? DNA ഫിംഗർ പ്രിൻറ്റിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഒരു പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഇതാണ് നമ്മൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇത് മദറിൽ നിന്നുള്ള DNA, ഇത് ചൈൽഡിൻ്റെ DNA, ഇത് ഫാദറിൻ്റെ DNA. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദറിൽ നിന്നുള്ള ചില റീജിയൻസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫാദറിൽ നിന്നുള്ള റീജിയൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 3 ആൾക്കാർ നമുക്ക് ഡൗട്ടാണ്, 3 ആൾക്കാരുടെ പേരിലാണ് പറയുന്നതെങ്കിൽ ഇതിൻ്റെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി വരുന്നത് ഏതിലായിരിക്കും? ഇപ്പോൾ പാറ്റേൺ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സുമായിട്ട് ഈ DNAസിന് എന്തുണ്ടായിരിക്കും? സിമിലാരിറ്റീസ് കാണുന്നുണ്ടായിരിക്കും. കാരണം ആ കുട്ടിക്ക് അച്ഛനിൽ നിന്നുള്ള DNA വന്നിട്ടുണ്ട്, അമ്മയിൽ നിന്നിട്ടുള്ള DNAസിലും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും ആ കുട്ടിയുടെ പാരൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഒരു ക്രൈം നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സസ്പെക്റ്റിൻ്റെ DNA നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്രൈം സ്പോട്ടിൽ നിന്ന് നമുക്ക് ഒരാളുടെ DNA കിട്ടി, അതാണ് അയാളുടെ ആ മർഡർ അയാളാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് ആരാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു 2-3 ആൾക്കാരെ നമുക്ക് ഡൗട്ടുണ്ട്, അവരുടെ DNA ഫിംഗർ പ്രിൻറ്റ്സ് ഇതേപോലെ നമ്മൾ നോക്കും. അപ്പോൾ ആ കിട്ടുന്ന ആളുടെ ഇപ്പോൾ 2 ആൾക്കാർ നമ്മുടെ സസ്പെക്റ്റിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ക്രൈം സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള DNA ആണ്. ഇത് സിമിലർ ആയിട്ടുള്ളത് ഇതുമായിട്ടാണ്. സോ സ്വാഭാവികമായിട്ടും അയാൾ തന്നെയാണ് എന്ത്? അവിടുത്തെ ആ മർഡറർ എന്ന് പറയുന്നത് അയാളായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്രൈം തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പറയുന്നത്. സോ നമ്മൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്